പ്രധാന സ്വാതന്ത്ര്യം, പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 29 ന്യൂനപക്ഷ അവകാശ സംരക്ഷണം, ഇതിനൊക്കെ എതിരായി വരുന്നു എന്നതുകൊണ്ടാണ് ഈ വിഷയത്തിൽ. ഓണംപള്ളി മുഹമ്മദ് ഫൈസി, തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ഭദ്രകുമാരിയിലേക്ക് ഒരിക്കൽ കൂടി. അഡ്വക്കേറ്റ് ഭദ്രകുമാരി, ഇവിടെ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നം 16 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സിൽ വിവാഹം കഴിച്ചു പോയി എന്നുള്ളത് കൊണ്ട് അവർ ക്രിമിനലുകളായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെക്കപ്പെടുന്നത് എന്ന വാദം ആവർത്തിക്കുന്നുണ്ട്. ഇത് അനുവദിക്കപ്പെട്ടാൽ ഭാവിയിൽ ഇത്തരം വിവാഹങ്ങൾ നടക്കാനുള്ള സാധ്യത ഏറെയല്ലേ? അല്ല, ഇത് 16 വയസ്സ് ആണോ 18 വയസ്സാണോ എന്നൊക്കെ ശൈശവ വിവാഹ നിരോധന നിയമപ്രകാരം നിജപ്പെടുത്തിയിട്ടുണ്ട്. അത് പാലിക്കാൻ ഇവിടെ എല്ലാ ജനവിഭാഗങ്ങളും ബാധ്യസ്ഥരാണ്. അങ്ങനെ ഇരിക്കെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി പിന്നെ സുപ്രീം കോടതി നേരത്തെ മുൻ സൂചിപ്പിച്ച നമ്മുടെ സുഹൃത്ത് പറഞ്ഞ പോലെ അത് ആ ഒരു കേസിൽ മാത്രം ബാധകമായിട്ടുള്ളതാണ്. അതല്ലാതെ അതൊരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ആ കാര്യങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അതിനേക്കാളും ഭീകരമാണ്. ഇവിടെ മുസ്ലിം സ്ത്രീകൾ ബാല്യ വിവാഹം നടത്തി അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. ഇപ്പൊ ഏറ്റവും അടുത്ത കോഴിക്കോട് സംഭവം, അറബി കല്യാണം നമ്മളുടെ മുന്നിലുണ്ട്. അപ്പൊ ഈ മുസ്ലിം പെൺകുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ അത് കണക്കിലെടുക്കാതെ ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ പറഞ്ഞ പിതാവ് കുറ്റവാളിയാകുന്നു അല്ലെങ്കിൽ ക്രിമിനൽ ആകുന്നു എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സിവിൽ നിയമത്തിനെ അട്ടിമറിക്കുക എന്ന് പറയുന്നത് അത് ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ്. അത് മുസ്ലിം സ്ത്രീകളുടെ താല്പര്യമല്ല സംരക്ഷിക്കുന്നത്. അതൊരു ചെറിയ ഒരു മതവിഭാഗത്തിലെ സ്ഥാപിത താല്പര്യക്കാരുടെ മാത്രം താല്പര്യം സംരക്ഷിക്കാനാണ് ഇത്തരം ഒരു വാദഗതി ഉന്നയിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടുത്തെ മുസ്ലിം സ്ത്രീ ജനവിഭാഗത്തെ ഒട്ടും തന്നെ പരിഗണിക്കാതെയാണ് ഈ വാദഗതി ഉന്നയിക്കുന്നത്. യെസ്, വ്യക്തമാണ്. അഡ്വക്കേറ്റ് ഭദ്രകുമാരി, വളരെ നന്ദി ഞങ്ങളോട് ഒപ്പം പ്രതികരിച്ചതിന്. ശ്രീ MK മുഹമ്മദ് അലി, സാമൂഹികമായ പശ്ചാത്തലം, സാമൂഹികമായ സാഹചര്യങ്ങളാണ് ഈ വിവാഹവുമായി ബന്ധപ്പെട്ട വിവാഹപ്രായത്തിൻ്റെ മാനദണ്ഡം എന്ന് പരക്കെ അംഗീകരിക്കപ്പെടുന്നു. അതിൽ മതപരമായ കാര്യങ്ങൾ നോക്കേണ്ടതില്ല. ശരീഅത്ത് സംബന്ധിച്ചും വളരെ കൃത്യമായി വിവാഹപ്രായത്തെ സംബന്ധിച്ച കൃത്യമായ നിർദ്ദേശങ്ങളോ നിബന്ധനകളോ ഇല്ലാതിരിക്കെ എന്തുകൊണ്ട് വീണ്ടും ഇതിലേക്ക് മതം ചർച്ചയായി വരുന്നു എന്നതാണ് മറ്റൊരു വിഷയം. അത് എങ്ങനെ സംഭവിക്കുന്നു? ഈ വിഷയത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മതം ചർച്ചയായി വരുന്നത് ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ തന്നെയാണ്. മതത്തെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ കല്യാണം കഴിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ അല്ലെങ്കിൽ ഇസ്ലാമിക ശരീഅത്തിൽ ഉള്ള ഒരു കാര്യമല്ല. നേരത്തെ ഫാത്തിമ ചൂണ്ടിക്കാണിച്ചതുപോലെ പെൺകുട്ടിയുടെ അനുവാദം, അവളുടെ സമ്മതം, അവളുമായുള്ള ചർച്ച, കൂടിയാലോചന എന്നൊക്കെ പറയുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഇസ്ലാമിക ശരീഅത്തിൻ്റെ തന്നെ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ്. പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ അവളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഒരു രക്ഷിതാവിനും അവകാശവും അനുവാദവുമില്ല. പക്ഷേ ഇവിടെ പറയുന്ന കാര്യം, അതോടൊപ്പം തന്നെ 18 വയസ്സ് പ്രായപരിധി എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൽ ഏറെക്കുറെ നടപ്പുള്ള ഒരു കാര്യമാണ്. വിദ്യാഭ്യാസപരമായി മുമ്പോട്ട് പോയി, സാംസ്കാരികമായി വളർച്ച നേടി, അതുപോലുള്ള കാര്യങ്ങളൊക്കെ സാമൂഹികമായ ഉന്നമനം ഉണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിൽ 18 വയസ്സ് പ്രായപരിധി എന്നതാണ് അല്ലെങ്കിൽ അതിനപ്പുറത്താണ് മുസ്ലിം സമുദായത്തിനകത്ത് ഇപ്പോൾ നടന്നു വരുന്ന കാര്യങ്ങൾ. ഇതിലും തർക്കമുണ്ടാകേണ്ട കാര്യമില്ല. മുസ്ലിം സംഘടനകൾ ആരെങ്കിലും ഈ വിഷയത്തിൽ തർക്കം ഉന്നയിക്കുന്നു എന്നും പറയാവതല്ല. മറിച്ച് സംഭവിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള ഇടപെടലുകൾ വ്യക്തി നിയമവുമായി അല്ലെങ്കിൽ ന്യൂനപക്ഷ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള ഒരു നിയമത്തെയും വളരെ പോസിറ്റീവായി ചിലപ്പോൾ കാണാൻ കഴിയില്ല. അത് കൂടുതൽ അവകാശങ്ങളെ കവർന്നെടുക്കാനുള്ള പുതിയൊരു നീക്കമായി മനസ്സിലാക്കപ്പെടുകയും അങ്ങനെ പ്രതികരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതാണ്. എന്തായിരുന്നാലും മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഇന്നലെ നടന്ന ചർച്ചയിൽ പോലും പ്രകടിപ്പിക്കപ്പെട്ടിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് ഒരു കാരണവശാലും 18 വയസ്സ് എന്ന് പറയുന്ന വിവാഹത്തിൻ്റെ പ്രായപരിധിയെ അംഗീകരിക്കുകയില്ല എന്നതല്ല. മറിച്ച് അങ്ങനെ സംഭവിക്കും, അത് സാർവത്രികമായി നടന്നുകൊണ്ടിരിക്കും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ. മറിച്ച് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രണയങ്ങൾ നടക്കുന്നു. ഈ പ്രണയ ജോഡികളെ സംബന്ധിച്ചിടത്തോളം അവർ വിവാഹിതരായി തീരേണ്ടുന്ന ആവശ്യമുണ്ടായിത്തീരുന്നു. ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെയുള്ള വേറെയും സന്ദർഭങ്ങളുണ്ടാകാം.
ഒരു കുടുംബത്തിൽ ചിലപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു പെൺകുട്ടി മാത്രം ഒറ്റപ്പെട്ടു പോകാം. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആ പെൺകുട്ടിയെ ഒരു ചെറുപ്പക്കാരൻ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന അവസ്ഥ വരാം. ഇങ്ങനെയൊക്കെ സംഭവിക്കാം, സാധ്യതകൾ മാത്രമാണ്. ഈ സാധ്യതകൾ ഉണ്ടായിരിക്കെ ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അതും നിയമത്തിൻ്റെ അക്ഷരങ്ങളിൽ മാത്രം പിടിച്ചുകൊണ്ട് ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ കുറേ കൂടി മാനുഷികമായൊരു പരിഗണനയിൽ നോക്കിക്കാണണം. നിയമത്തിൽ അതിനെന്തെങ്കിലും പഴുതുണ്ടാകണം, അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് അതിന് വല്ല നിരീക്ഷണവും ഉണ്ടാകണം. ഇതാണ് യഥാർത്ഥത്തിൽ മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മുമ്പോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. മറിച്ചുള്ള കാര്യത്തിൽ ബോധവൽക്കരണം നടത്തണമെന്ന് തന്നെയാണ് മുസ്ലിം സംഘടനകളുടെ എല്ലാവരുടെയും നിലപാട് എന്ന് പറയുന്നത്. അതിലപ്പുറത്ത് ഇത് സമുദായത്തിനകത്തുള്ള ഏതോ കുബുദ്ധികളുടെ താല്പര്യങ്ങളാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും മുൻധാരണകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളത് മാത്രമാണ് എന്നേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. റൈറ്റ്. എം കെ മുഹമ്മദ് അലി, തിരിച്ചു വരാം. ഫാത്തിമ, ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യം യുക്തിസഹമാണെന്ന് തോന്നുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നിയമത്തിൽ ഒരു പഴുത് ആവശ്യമുണ്ട് എന്നൊരു വാദം. മറ്റൊന്ന്, ന്യൂനപക്ഷങ്ങൾ, രാജ്യത്തെ ന്യൂനപക്ഷം പല രീതിയിലുള്ള ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കെ അതിന്മേലുണ്ടാകുന്ന ചെറിയ കൈകടത്തലുകൾ പോലും, അത് വിവാഹപ്രായത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും അതിനെ ആ സമുദായം ഭീതിയോടെ കാണുന്ന ഒരു പശ്ചാത്തലം ഉണ്ട്. എങ്കിൽ പോലും അത്തരം ഭീതിയോടെ കാണുന്ന പശ്ചാത്തലത്തിൽ പോലും വിവാഹപ്രായത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അത് കുറച്ചു വെക്കണം എന്ന വാദം മുസ്ലിം പെൺകുട്ടികളുടെ അവകാശങ്ങളെ ഹനിക്കുകയും ചെയ്യും. നിങ്ങളുടെ രണ്ട് ചോദ്യത്തിലും അതിൻ്റെ ഉത്തരമുണ്ട്. ഒന്നാമത്തെ ചോദ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉത്തരം, ഒരു പെർട്ടിക്കുലറായിട്ട് പറയുന്ന ഒരു ന്യൂനപക്ഷം വിഭാഗത്തിന് 18 ആക്കി, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്ത പോലെ ഒരു ന്യൂനപക്ഷത്തിനെതിരെയുള്ള ഒരു കടന്നുകയറ്റം എന്നൊക്കെ പറയുന്നുണ്ടായല്ലോ. അത്തരത്തിലുള്ള ഒരു ഈ നമ്മുടെ ന്യൂനപക്ഷ വിഭാഗം എന്ന് പറയുന്ന സമൂഹത്തിനെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വളർന്നു വരുന്ന പുരോഗതികൾ, വിദ്യാഭ്യാസപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ, സാമൂഹികപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ, ഇതിനെല്ലാം കാതലായിട്ടുള്ള വശം അവർ നേടിയ വിദ്യാഭ്യാസം എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നേരത്തെ പറയുകയുണ്ടായി, ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുന്നതിന് മുൻപ് അവളുടെ പാരൻസ് അവളോട് സമ്മതം ചോദിക്കണമെന്നുള്ള ഒരു രീതിയുണ്ട്. ആ ഒരു സമ്മതം ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ക്രിമിനലൈസ് ചെയ്യേണ്ട ഒരു പശ്ചാത്തലം ഉണ്ടാവുമോ? അല്ലെങ്കിൽ ഈ ഒരു വിഭാഗത്തിൻ്റെ ഇനി ആ പെൺകുട്ടിയോട് വിവാഹത്തിനുള്ള ഒരു പെർമിഷൻ ചോദിച്ചിട്ടില്ല, പെൺകുട്ടിക്ക് വിവാഹപ്രായമാകുന്നതിന് മുൻപേ ആ പെൺകുട്ടിയോട് അവളുടെ സമ്മതം ചോദിക്കാത്ത രീതിയിലുള്ള ഒരു അതിനുള്ള ഒരു ഈ അടുത്ത് നടന്ന അറബി കല്യാണം അതിനൊരു ഉദാഹരണമാണ്. ആ പെൺകുട്ടിയുടെ സമ്മതമില്ലാതെയാണ് ആ വിവാഹം നടന്നത്. അത്തരമുള്ള വിഷയങ്ങൾ, അത്തരം വിഷയങ്ങളിൽ നടക്കുന്നതിൽ ലോ ഇടപെടേണ്ടതുണ്ട്, നിയമങ്ങൾ ഇടപെടേണ്ടതുണ്ട്. അതുകൊണ്ട് അവിടെ കൺസിഡർ ചെയ്യേണ്ടത് ഒരു മെജോറിറ്റിയുടേതാണോ അല്ലെങ്കിൽ ഒരു മൈനോറിറ്റിയുടേതാണോ അവകാശം അവിടെ സംരക്ഷിക്കപ്പെടേണ്ടത് എന്നാണ് ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ പാരൻസിന് എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും, അവർക്ക് അവരുടെ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കാനുള്ള ആഗ്രഹമുണ്ടാകും. അത് മാത്രമല്ല കൺസിഡർ ചെയ്യേണ്ടത്, ആ പെൺകുട്ടിക്ക് സമ്മതമുണ്ടോ, ആ പെൺകുട്ടി വിവാഹിതയാവാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ വിവാഹത്തിൽ അവർക്ക് ഏർപ്പെടാനുള്ള സമ്മതമുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. അല്ലാതെ ഒരു മേജറായിട്ടുള്ള ഒരു വിഭാഗത്തെ അവഗണിച്ചുകൊണ്ട് ഉള്ള ഒരു രീതിയിലേക്ക് ഒരിക്കലും നമ്മുടെ സാമൂഹികമായിട്ടുള്ള ഒരു നേതൃത്വം പോകരുത് എന്നാണ് എനിക്ക് പറയാൻ